ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആയിട്ടുള്ളവർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. അതായത് സ്ട്രൈക്കിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് അറിയാലോ, സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ എത്ര തരം സ്ട്രൈക്ക് ഉണ്ട്, അത് മാറാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, നമ്മുടെ മോണിറ്റൈസേഷനെ അത് അഫക്റ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള സ്ട്രൈക്കാണ് ഉള്ളത്. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കും കോപ്പിറൈറ്റ് സ്ട്രൈക്കും. അപ്പോൾ ഈ ഒരു സ്ട്രൈക്കുകളൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് നമുക്ക് ആദ്യം തരുന്നത് വാർണിംഗ് സ്ട്രൈക്ക് ആയിട്ടായിരിക്കും. അപ്പോൾ ഈ വാർണിംഗ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും വയലേഷൻസോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലൈവിൽ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കാണിക്കുക, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആദ്യം യൂട്യൂബ് ഒരു വാർണിംഗ് ആയിട്ട് തരുന്നതാണ് ഈ വാർണിംഗ് സ്ട്രൈക്ക് എന്നുള്ളത്. അപ്പോൾ അത് ഒരു 90 days ആണ് അത് എക്സ്പയർ ആവുന്നത്. ഇപ്പം നമുക്ക് ഈ ഒരു വാർണിംഗ് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനെ വലിയതായിട്ട് അത് ബാധിക്കത്തില്ല. കാരണം നമുക്കത് റിമൂവ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു വയലേഷൻസും കാര്യങ്ങളും ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വീഡിയോസിൽ വയലേഷൻസ് യൂട്യൂബ് കണ്ടുപിടിക്കുകയാണ്, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക്, അതായത് ഫസ്റ്റ് സ്ട്രൈക്ക് നമുക്ക് അങ്ങോട്ട് വരും. അപ്പോൾ പ്രധാനമായിട്ടും എന്തെല്ലാം കാരണങ്ങളാണ് ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത്തേതാണ് ന്യൂഡിറ്റി അല്ലെങ്കിൽ സെക്ഷൽ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ന്യൂഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ അധികം ഡ്രസ്സൊന്നും ഇടിയിപ്പിക്കാതെ എന്തെങ്കിലും വീഡിയോയിൽ കാണിക്കുക. പ്രത്യേകിച്ച് ലൈവിലൊക്കെ കുഞ്ഞുങ്ങളെ കാണിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു സ്ട്രൈക്കും കാര്യങ്ങളും കിട്ടുന്നതാണ്. അപ്പോൾ അതല്ലാതെ ഇപ്പം കുഞ്ഞുങ്ങൾ തമ്മിൽ കിസ് ചെയ്യുന്ന ഒരു വീഡിയോ അതിനകത്തുണ്ടെങ്കിൽ പോലും അത് ശരിക്കും പറഞ്ഞ ഒരു സ്ട്രൈക്കിന് കാരണമാകുന്നതാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ എപ്പോഴായാലും നമ്മൾ ഈ വീഡിയോയുടെ മുന്നിൽ കാണിക്കുന്ന സമയത്ത് അവർക്ക് ഫുള്ളായിട്ട് ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ചിട്ട് തന്നെ നിർത്തുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ തന്നെ സെക്ഷൽ കണ്ടൻറ്റ്, ഇപ്പം സെക്ഷലി ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത്, അതൊക്കെ തന്നെ നമുക്ക് ഈ ഒരു സ്ട്രൈക്ക് കിട്ടാനായിട്ടുള്ള കാരണമാകുന്നതാണ്. ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് അറിഞ്ഞൊരു കാര്യമാണ് കേട്ടോ. പൊന്നു സാദിരാസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുള്ള ഒരു ആളുടെ ചാനൽ ഇതുപോലെ റിമൂവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ചാനലായിരുന്നു. ഞാൻ നേരത്തെയൊക്കെ എനിക്ക് ഈ ചാനൽ തുടങ്ങുന്നതിന് മുന്നാലും ഞാൻ ആ ഒരു ചാനൽ ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു. എനിക്ക് അതിനകത്ത് കുറേ കാര്യങ്ങൾ, വീഡിയോസൊക്കെ എനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു കർക്കിടക മാസ ആ ഒരു കാര്യങ്ങളൊക്കെ, പിന്നെ അതുപോലെ തന്നെ കണ്ണിനൊക്കെയുള്ള എക്സസൈസും കാര്യങ്ങളും, അതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഒത്തിരി ബെനിഫിറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് നിങ്ങൾക്കറിയാലോ, എനിക്ക് 2 സ്ട്രൈക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കോപ്പിറൈറ്റ് സ്ട്രൈക്കായിരുന്നു. അപ്പോൾ അത് ഈ ഒരു ഇടയ്ക്കാണ് ഞാൻ ഈ ഒരു ചേച്ചിയുടെ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല പോപ്പുലറായിട്ടുള്ള ഒരു ചാനൽ, അത്യാവശ്യം കുറേ വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയിട്ടുള്ള ഒരു ചാനലാണ്. അപ്പോൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നൊരു ചാനലാണ് പെട്ടെന്ന് റിമൂവ് ആയത്. അപ്പോൾ ഈ ചേച്ചിക്ക് സെക്കൻഡ് ചാനലും കൂടി ഉണ്ട്. അതിനകത്ത് വന്നിട്ടാണ് ഈ ഒരു ഫസ്റ്റ് ചാനലിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 5 വർഷം മുന്നേ അങ്ങോട്ടുള്ള ഒരു വീഡിയോയിൽ ഈ ചേച്ചിയുടെ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന എന്തോ ഒരു കാണിച്ചിട്ടുണ്ടായിരുന്നു. കുളിപ്പിക്കുന്ന ആ ഒരു സമയത്ത് അതിൻ്റെ ആ ഒരു ന്യൂഡിറ്റി പ്രശ്നമായിട്ടാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ ഒരു ചാനൽ അവരുടെ റിമൂവ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ആ ഒരു സമയത്ത് ഇങ്ങനെ സെക്കൻഡ് ചാനൽ ഉള്ളത് കൊണ്ട് ആ ഒരു കാര്യങ്ങൾ അവർക്ക് അതിനകത്ത് വന്നിട്ട് ഷെയർ ചെയ്യാനായിട്ട് പറ്റി. അപ്പം ചാനലിനി 90 days ഉണ്ട്, നമുക്ക് അപ്പീൽ ചെയ്യാനായിട്ടൊക്കെ പറ്റും, ഒത്തിരി അപ്പീലുകൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് എന്നൊക്കെയുള്ളത് ആ ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഇടയ്ക്ക് ഞാൻ അറിഞ്ഞു ആ ഒരു ചാനൽ തിരിച്ച് കിട്ടിയെന്നുള്ളത്. കാരണം അത്യാവശ്യം കുറേ സബ്സ്ക്രൈബേഴ്സും ഒത്തിരി പോപ്പുലറായിട്ടുള്ള വീഡിയോസും ഒക്കെ ഉള്ള ഒരു ചാനലായിരുന്നു. അപ്പോൾ ആ ഒരു ചേച്ചി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിനകത്ത് അതായത് ഈ ഒരു സ്ട്രൈക്കിന് കാരണമായിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷം മുന്നേ ഉള്ള ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെ ഉള്ള കുറേ വയലേഷൻസും കാര്യങ്ങളും അവരുടെ വേറെ വീഡിയോസിലും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ആ ചേച്ചി അതനുസരിച്ചിട്ട്, അതായത് ആദ്യം തൊട്ടേ ഉള്ള കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് പുള്ളിക്കാരി അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുവാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ യൂട്യൂബിൽ ഓരോരോ അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെ വരും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. അങ്ങനെയൊക്കെ എന്തെങ്കിലും വയലേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. പലരും അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ യൂട്യൂബിന് ചൈൽഡ് പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് അവരിങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇതുപോലെയുള്ള കൊച്ചു കുഞ്ഞുങ്ങളുടെ ന്യൂഡിറ്റിയും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കെയർഫുൾ ആയിരിക്കുക. അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഡിലീറ്റ് കളയുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം ഇപ്പോഴല്ലെങ്കിൽ നമുക്ക് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കത് ഒരു സ്ട്രൈക്കിനോ ഒക്കെ കാരണമാകുന്നതായിരിക്കും.
ആ ചേച്ചി കുറേ അപ്പീലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ആ ഒരു ചാനൽ തിരിച്ചു കിട്ടിയിട്ടുള്ളത്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാംഫുൾ ഓർ ഡേഞ്ചറസ് കണ്ടന്റ് ആണ്. അതായത് ഇപ്പം കുറേ ആൾക്കാരൊക്കെ അതായത് ഇപ്പോൾ ബൈക്ക് റേസിങ് അല്ലെങ്കിൽ കാർ റേസിങ് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ചെയ്യുക. എന്നിട്ട് ചിലപ്പോൾ ഈ ചിലർ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അതല്ലാതെ ഇപ്പോൾ ഈ ഫ്രണ്ട് വീലൊക്കെ പൊക്കി കാണിച്ചിട്ട് ചിലപ്പോൾ വീഴുന്നതും അതൊക്കെ അതുപോലെ തന്നെ എടുത്തിട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രൊട്ടക്ഷനായിട്ടല്ല, അതൊരു അപകടകരമായിട്ടുള്ളൊരു രീതിയായിട്ടാണ് അങ്ങനെയുള്ള വീഡിയോസ് കാണിക്കുന്നത്. അപ്പോൾ അത് വ്യൂവേഴ്സിനും ഒക്കെ തന്നെ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കണ്ടന്റുകൾ സ്ട്രൈക്കിന് കാരണമാകുന്നതാണ്. മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലൻ്റ് കണ്ടന്റാണ്. അതായത് വയലൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ചെയ്യാം. അതിപ്പം മരണം, അതായത് ഇപ്പോൾ ഒരാൾ മരിക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടാലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ മരിക്കുന്നതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അതായത് വീഡിയോ ഫോട്ടോസൊക്കെ ഇട്ടിട്ട് ആ ഒരു രീതിയിൽ അതൊരു വീഡിയോയ്ക്ക് പകരമായിട്ട് ഒരു മരണത്തിനെ കുറിച്ചിട്ട് അങ്ങനെ സംസാരിച്ചിട്ടൊക്കെ അങ്ങനെ ഒരു വീഡിയോ ആക്കി ഇടുന്നത് പോലും നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈന് എതിരായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ കണ്ടിട്ടില്ലേ, ഇപ്പം ഓരോരുത്തരെയൊക്കെ മർദ്ദിച്ചിട്ട് ചോരയൊക്കെ തുപ്പി അല്ലെങ്കിൽ ചോരയൊക്കെ കാണിച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ വേറൊരാളെ മർദ്ദിക്കുന്ന ഒരു വീഡിയോ ആണെങ്കിൽ പോലും അതൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ചിലർ വ്യൂസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിന് എതിരായിട്ടുള്ള കാര്യമാണ്. ശരിക്കും ഈ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മൾ പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ ഒരു ബ്ലഡ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഈ ഒരു രണ്ട് കാര്യങ്ങളായി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള വയലൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഒന്നും തന്നെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാതിരിക്കുക. ഈ വയലൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു ഫസ്റ്റ് ചാനലിൽ കൃഷി ലവേഴ്സ്, ആ ചാനലിൽ എനിക്കൊരു പപ്പിക്കുട്ടി ഉണ്ടായിരുന്നേ, ഒരു കുഞ്ഞു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ നാൾ ഞാൻ അതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളും കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കുറേ കഴിഞ്ഞപ്പോഴത് മരിച്ചുപോയി. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നേ. ശരിക്കും ഞാൻ അങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസിലെല്ലാം തന്നെ പലരും വന്നിട്ട് ആ ഒരു പട്ടിക്കുട്ടിയെ നന്നായിട്ട് നോക്കണേ, അതിപ്പോൾ എവിടെയാണ്, സുഖമായിട്ടിരിക്കുന്നോ ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ എനിക്കതൊരു ഭയങ്കര ഒരു മനസ്സിനൊരു വല്ലാത്ത വിഷമമായി. കാരണം അത് അവരതിനോടുള്ള ഒരു സ്നേഹം കൊണ്ടിട്ടാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ അത് അവരെ ഒന്ന് അറിയിക്കണം അത് മരിച്ചുപോയി അല്ലെങ്കിൽ ഇല്ല എന്നുള്ളതും. പിന്നെ എനിക്കത് അവരിങ്ങനെ എന്നെ അതിനെ കൂടുതൽ കെയർ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ എനിക്കതൊരു മനസ്സിന് ഭയങ്കര വിഷമമായിട്ട് അത് അവരെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട്, അതായത് നമ്മൾ ഡയറക്റ്റായിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്യത്തില്ലല്ലോ, ആദ്യം നമ്മൾ അൺലിസ്റ്റഡ് ആയിട്ട് ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ വീഡിയോ നമ്മൾ പബ്ലിക് ആക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ആ ഒരു ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ഇപ്പോഴാണ് പോയത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നേ ഞാൻ ഈ ഒരു ചാനലിൽ തന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു മോണിറ്റൈസേഷൻ ഓണാക്കിയപ്പോഴുണ്ട് എനിക്കതൊരു മഞ്ഞ ഡോളറായിട്ട് വന്നേ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു സംഭവം കാണുന്നത്. എല്ലാവരെയും പോലെ തന്നെ ആദ്യമായിട്ടൊരു എന്താ പറയുക, യൂട്യൂബിനെ കുറിച്ച് അധികം വലിയതായിട്ട് കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ എനിക്കിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ, അതായത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അവർ കാണിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഏൺ ചെയ്യാനായിട്ടൊന്നും പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചും കൂടെ ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, നമുക്കിപ്പോൾ എന്തെങ്കിലും വയലൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വീഡിയോയിലുണ്ടെങ്കിൽ, അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഹാഷ് ടാഗുകൾ, കമ്പനിയിൽ ടൈറ്റിൽ, ഇതിനകത്തൊക്കെ എന്തെങ്കിലും മിസ്ലീഡിങ് ആയിട്ടുള്ള കാര്യങ്ങളോ വയലൻസോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ഡോളർ മഞ്ഞ ഡോളറായിട്ട് വരും. അപ്പോൾ വയലൻസിനെ യൂട്യൂബ് അങ്ങനെ വലിയായിട്ട് സപ്പോർട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെയാണ്, കാരണം ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു പട്ടിക്കുട്ടിയാണെങ്കിൽ അതൊരു ജീവനല്ലേ, അപ്പോൾ അതിൻ്റെ മരണത്തെക്കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് അതിൻ്റെ തമ്പനയിൽ കുറേ ഞാൻ മാറ്റി നോക്കിയിട്ടും, കാരണം ഞാൻ ആ ഒരു ഡെത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തന്നെ ആയിരുന്നു ഹെഡിങ്ങും തമ്പനയിലും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനതൊന്ന് മാറ്റി കൊടുത്തു, എന്നിട്ടും രക്ഷയില്ല. പിന്നെ അവസാനം ഞാൻ ടൈറ്റിൽ മാറ്റി കൊടുത്തു, എന്നിട്ടും രക്ഷയില്ല. പിന്നെ അവസാനം ഞാൻ കീവേഡ്സ്, ഇത് ഹാഷ് ടാഗ് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് ഡെത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ആപ്റ്റല്ലാത്ത കുറച്ച് കീവേഡ്സും കൂടെ ഉണ്ടായിരുന്നു. ഒരു പപ്പറ്റ് അല്ലെങ്കിൽ പാവാന്നാണല്ലോ അതിൻ്റെ അർത്ഥം. പപ്പിയുടെ ഒരു ഇത് കണ്ടപ്പോൾ അങ്ങനെ കുറേ ഹാഷ് ടാഗ് സെലക്ട് ചെയ്യാൻ തുടങ്ങി ഇട്ടതായിരുന്നു. അപ്പോൾ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് കറക്റ്റ് ഗ്രീൻ ഡോളർ തന്നെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചെറിയൊരു നമ്മുടെ ചാനലിൽ വയലേഷൻ ഉണ്ടാവുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ചെറിയ സിഗ്നലാണ് ഇവർ ഈ തരുന്നത്. അപ്പോൾ ഇതുപോലെ വയലൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കും. ചിലപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇനി ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വരുമെന്ന്. ശരിക്കും ആ ഒരു വീഡിയോയ്ക്ക് ഉള്ളിലുള്ള കാര്യങ്ങളല്ലായിരുന്നു, അതിൻ്റെ പുറമേയുള്ള കാര്യങ്ങളായിരുന്നു എനിക്ക് ക്ലിയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ വയലൻസ് ഓൾറെഡി ഉള്ള ഒരു വീഡിയോ ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ഉറപ്പായിട്ടും തന്നെ അതിന് സ്ട്രൈക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത 4ാമത്തെ പോയിൻ്റാണ് സ്പാം, സ്കാം, മിസ്ലീഡിങ് കണ്ടൻറ്റ്.
ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഇതിൻ്റെ മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എല്ലാ ചാനലിലും പോയിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുമോ, സപ്പോർട്ട് ചെയ്യുമോ, ഫ്രണ്ട് ആക്കുമോ എന്നൊക്കെ എല്ലായിടത്തും പോയിട്ട് കമൻറ്റ് ചെയ്യും. ശരിക്കും നമ്മൾ വിചാരിക്കും ഇത് വലിയ കുഴപ്പമൊന്നും ഇല്ലയെന്ന് വിചാരിക്കും. പ്രത്യേകിച്ച് ഈ പുതുതായിട്ടുള്ള ആൾക്കാരൊക്കെ എല്ലാവരും ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യും. പണ്ട് ഞാനും ആദ്യം ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ അങ്ങനെ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ പിന്നീട് അങ്ങോട്ട് പണി കിട്ടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനതൊക്കെ നിർത്തി. പിന്നെ ഉള്ള സബ്സ്ക്രൈബ് മതി എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് ശരിക്കും പലർക്കും അറിയത്തില്ല. യൂട്യൂബ് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ പലർക്കും വാണിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം തന്നെ ഇത്ര പേരെ സബ്സ്ക്രൈബ് ചെയ്യാവൂ എന്നൊരു ലിമിറ്റേഷൻ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ല. എന്നാലും ഞാൻ പറയുകയാണ്, നമ്മൾ അങ്ങനെയൊക്കെയുള്ള വേർഡുകളൊക്കെ ചെന്നിട്ട് പലയിടത്തും ചെന്നിട്ട് കൊണ്ട് കമൻറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ സ്കാം എന്ന് പറഞ്ഞാൽ അറിയില്ല, സ്കാം പോലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത്. പിന്നെ മിസ്ലീഡിങ് കണ്ടൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ള, അതായത് ജെന്യൂനിറ്റി അല്ലാത്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്, അതൊക്കെ അതായത് വ്യൂവേഴ്സിനെ മണ്ടന്മാരാക്കുന്നത്, വ്യൂവേഴ്സിനെ ഒരു മോശം കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നതും നമുക്ക് ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കിട്ടാൻ കാരണമാകുന്നതാണ്. പിന്നെ 5ാമത്തെ പോയിൻ്റാണ് ത്രെറ്റ്സ്, അതായത് വെല്ലുവിളിക്കുക. ഇപ്പോൾ ചിലരൊക്കെ ഈ വീഡിയോയിലൊക്കെ വന്നിട്ട് വെല്ലുവിളിക്കുമല്ലോ, നീ ഇങ്ങോട്ട് വാ, ഞാൻ നിന്നെ കാണിച്ചു തരാം, നീ അങ്ങോട്ട് വാ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ വെല്ലുവിളിച്ച്, അത് ചിലപ്പം അതൊരു ഷോ ഓഫിന് കാണിക്കുന്നതാണെങ്കിലും അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്ത് യൂട്യൂബിൽ ഇട്ടാൽ അത് നമുക്ക് നല്ല പണി കിട്ടും, സ്ട്രൈക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ 6ാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്പനെയിൽ, കീവേഡ്സ്, പെയ്ഡ് പ്രൊമോഷൻ. അതായത് തമ്പനെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വയലേഷൻ കാണിക്കുന്ന രീതിയിലുള്ള തമ്പനെയിലൊക്കെ നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മിസ്ലീഡിങ് ആയിട്ടുള്ള തമ്പനെയിലുണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടാത്ത തമ്പനെയിൽ, അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത തമ്പനെയിൽ ഇട്ടാലും അതൊക്കെ വയലേഷന് കാരണമാകുന്നതാണ്. പിന്നെ കീവേഡ്സും കാര്യങ്ങളൊക്കെ, കീവേഡ്സും കാര്യങ്ങളും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഇപ്പോൾ നമ്മൾ ഈ പെയ്ഡ് പ്രൊമോഷനൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അതിപ്പം ചില ആൾക്കാർ അങ്ങനെ പണി ഇട്ടിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ ഒരു കമ്പനി നമുക്ക് ഇന്നൊരു പ്രൊഡക്റ്റ് പെയ്ഡ് പ്രൊമോഷനായിട്ട് തരുന്നു, നമ്മൾ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അവർ പറയും ഇന്ന കീവേഡ്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആകും, അത് വ്യൂവേഴ്സിലേക്ക് ചെല്ലും എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കീവേഡ്സും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യും. പക്ഷേ അതുപോലെ തന്നെ ലിങ്കും കാര്യങ്ങളും ഒക്കെ അവർ തന്നിട്ടുണ്ടാവും, അതൊക്കെ നമ്മൾ അങ്ങോട്ട് ഇട്ട് വെക്കും. ശരിക്കും അവരെ വിശ്വസിച്ചിട്ട് നമ്മളങ്ങനെ ഇട്ട് വെക്കും, നമ്മൾ കൂടുതലായിട്ട് ചെക്കും ചെയ്യത്തില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോഴായിരിക്കും അതിനകത്ത് ആ ഒരു കീവേഡ്സും കാര്യങ്ങളും ഒക്കെ അല്ലെങ്കിൽ ആപ്റ്റ് അല്ല എന്നുള്ളതും, അല്ലെങ്കിൽ അവർ തരുന്ന ലിങ്കുകൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ജെന്യൂനിറ്റി അല്ലാത്തൊരു സൈറ്റിലേക്കാണ് ചെല്ലുന്നതൊക്കെ പിന്നീടായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ഇത് പെയ്ഡ് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അവർ തരുന്ന കീവേഡ്സ് അല്ലെങ്കിൽ ലിങ്കുകൾ, ഇതൊക്കെ നേരത്തെ തന്നെ നമ്മൾ ഒന്ന് നോക്കി വെച്ചേക്കുക. ഇതിനകത്തൊക്കെ ജെന്യൂനിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. കാരണം അവർ നമുക്ക് ഇത്ര എമൗണ്ട് തന്നു, നമ്മളത് ചെയ്തു, പക്ഷേ പിന്നീട് നമ്മുടെ ചാനലിനെ അത് ബാധിക്കുന്നതായിരിക്കും. നെക്സ്റ്റ്, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം. യൂസിങ് കോപ്പിറൈറ്റഡ് കണ്ടന്റ് വിത്തൗട്ട് പെർമിഷൻ ലീഡിങ് ടു കോപ്പിറൈറ്റ് സ്ട്രൈക്ക്. ആദ്യം ചിലപ്പോൾ ഇവർ ഈ സ്ട്രൈക്ക് തരുന്നതിന് മുന്നേ നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം ആയിരിക്കും തരിക. അപ്പോൾ അത് ശരിക്കും പറഞ്ഞ ഒരു വാണിംഗ് ആണ്. പല ആൾക്കാർക്കും ഈ കോപ്പിറൈറ്റ് ക്ലെയിം എന്താണെന്നോ അല്ലെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നോ ഒക്കെ അറിയാത്ത പല ആൾക്കാരും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, പല ആൾക്കാർക്കും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഈ കോപ്പിറൈറ്റ് ക്ലെയിം മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആ വീഡിയോ അങ്ങ് പബ്ലിക് ആക്കുകയാണ്, നമ്മൾ അവരെ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ, അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര സ്ട്രൈക്ക് വേണമെങ്കിലും തരാം. ഇപ്പോൾ 3 സ്ട്രൈക്ക് അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോകും. അപ്പോൾ ഇപ്പം സാധാരണ നമ്മൾ കോപ്പിറൈറ്റ്, ഇപ്പം മൂവി ക്ലിപ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാം. ഇപ്പം മ്യൂസിക് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാം. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ആ ഒരു കോപ്പിറൈറ്റ് വരുന്ന സമയത്ത്, അതായത് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു പുതുതായിട്ടൊക്കെയുള്ള യൂട്യൂബ് ചാനലുള്ള ആൾക്കാരാണെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ, അതായത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം അത് നമ്മൾ പബ്ലിക് ആക്കാനായിട്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ അൺലിസ്റ്റഡ് ആക്കിയിട്ട് തന്നെ വെക്കണം. നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ തമ്പനെയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കീവേഡ്സ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളതൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം പബ്ലിക് ആക്കാൻ. എന്നാൽ മാത്രമേ അതിന് മുന്നേ നമ്മുടെ ആ ഒരു വീഡിയോയ്ക്ക് എന്തെങ്കിലും കോപ്പിറൈറ്റ് ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. കോപ്പിറൈറ്റ് ക്ലെയിം ഒരു വീഡിയോയ്ക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് അത് ഇറേസ്, അതായത് മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ്, ഓഡിയോയ്ക്കാണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഇറേസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യാനായിട്ടോ അതിന് പകരം നമുക്ക് വേറെ ഏതെങ്കിലും യൂസബിൾ ആയിട്ടുള്ള നമുക്ക് മ്യൂസിക്കൊക്കെ ആഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. അങ്ങനെയുള്ള ഓപ്ഷൻസും കാണും. അതല്ല ഇപ്പോൾ ഓഡിയോ വിഷന് രണ്ടും കൂടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ,
അതായത് വിസിബിലിറ്റിക്കും പ്രശ്നമാണ്, ഓഡിയോയ്ക്കും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചിലർക്ക് ഇതൊന്നും അറിയാതെ, അതായത് ജസ്റ്റ് അവരങ്ങ് അപ്ലോഡ് ചെയ്തു, ഈ കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ട് എന്നൊന്നും അവരറിയുന്നില്ല. അങ്ങനെ നോക്കി കഴിയുമ്പോൾ കുറേ ദിവസം ഈ വീഡിയോ അവർ പബ്ലിക് ആക്കുന്നു, വ്യൂസ് കയറുന്നു. അപ്പോൾ ശരിക്കും ഇത് കാണുന്ന കോപ്പിറൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടന്റ് ഓണർ എന്ത് ചെയ്യും, അത് എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇവർ ചിലപ്പം ചില കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വീഡിയോയുടെ മണി നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം കോപ്പിറൈറ്റ് മാറും. അങ്ങനെയും ചില പ്രശ്നങ്ങൾ മാറാറുണ്ട്. അപ്പം നമ്മളിതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ നോക്കുമ്പം, അതായത് അവരുടെ പെർമിഷൻ ഇല്ലാതെ അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിലൊന്നും അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് സ്ട്രൈക്ക് തരാൻ ഒക്കെ പറ്റുന്നതാണ്. ഫസ്റ്റ് ചാനലിൽ മൂവി ക്ലിപ്സ് ഒക്കെ ഇട്ട ഒരു സമയത്ത് എന്നോട് ഒരാൾ ചോദിച്ചാണ് കേട്ടോ, ഇതെങ്ങനെയാണ് എടുക്കുന്നത്, എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആളെന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ 2 ചാനൽ മൂവി ക്ലിപ്സ് ഇട്ട് ടെർമിനേറ്റ് ആയി പോയെന്നുള്ളതാണ് കേട്ടോ. അപ്പോഴും ഞാൻ വിചാരിച്ചത് എനിക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വന്നില്ലല്ലോ, വരുമ്പോൾ മാറ്റാം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം എന്നുള്ള രീതിയിലാണ് ഞാനും ഇരുന്നത്. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ക്ലെയിം എന്താണെന്ന് ആ കുട്ടിക്ക് അറിയത്തില്ല. അപ്പോൾ അതെങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്, അപ്പം എന്നെ ജസ്റ്റ് ഒരെണ്ണം ഇത് കാണിച്ചു തന്നു. അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ ശരിക്കും അത് വളരെ പുതിയതായിട്ടുള്ളൊരു മൂവിയാണ് പുള്ളിക്കാരി എടുത്തിട്ടേക്കുന്നത്. അതാണെങ്കിൽ ഫുൾ അതിൻ്റെ ഓഡിയോയും വിസിബിലിറ്റി, അതായത് രണ്ടിനെയും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മളതെങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് സ്ട്രൈക്ക് തരാൻ പറ്റും. അങ്ങനെ ആയിരിക്കാം പുള്ളിക്കാരിയുടെ 2 ചാനൽ അങ്ങനെ മൂവി ക്ലിപ്സ് ഇട്ട് ടെർമിനേറ്റ് ആയി പോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്കിൻ്റെ കേസിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം തരും. അപ്പോൾ അത് നമ്മൾ ഫ്രീ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല. പിന്നെ നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം ഉള്ളവർക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചിലർ ചോദിക്കാറുണ്ട്. കോപ്പിറൈറ്റ് ക്ലെയിം നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷനൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ സ്ട്രൈക്കുകളൊക്കെ നമ്മുടെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മളിതെങ്ങനെ നമ്മുടെ ചാനലിനെ അഫക്റ്റ് ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇനി പറയുന്നത്. ഫസ്റ്റ്, കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക്. അതായത് ആദ്യം അതൊരു വാർണിംഗ് സ്ട്രൈക്ക് ആയിട്ടായിരിക്കും തരുന്നത്. അത് 90 days ആണ് അത് എക്സ്പയർ ആവുന്നത്. അത് നമ്മുടെ ചാനലിൽ വരുന്നത് കൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല, നമുക്കത് റിമൂവ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് വരുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പോളിസി ട്രെയിനിങ്ങും കാര്യങ്ങളും ഉണ്ട്, അത് നമ്മൾ ചെയ്യണം. പിന്നെ നമ്മൾ ഈ വാർണിംഗ് സ്ട്രൈക്ക് 90 days ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഒരു സ്ട്രൈക്ക് ഉള്ള സമയത്ത് തന്നെ നമ്മുടെ ഇപ്പോൾ നേരത്തെ ഇട്ടിട്ടുള്ള വീഡിയോസിൽ ഇപ്പോൾ യൂട്യൂബ് എന്തെങ്കിലും വയലേഷൻസ് എന്തെങ്കിലും കണ്ടുപിടിക്കുകയാണ്, അതല്ല നമ്മൾ വീണ്ടും എന്തെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ വയലേഷൻസ് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫസ്റ്റ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതും 90 days തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഈ ആദ്യത്തെ ആ ഒരു വാർണിംഗ് സ്ട്രൈക്ക് ഉണ്ടല്ലോ, അത് എക്സ്പയർ ആവത്തില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കിട്ടി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഒക്കെ ഡിസേബിൾ ആവും. അതായത് ഒരു 1 weekലേക്ക് നമുക്ക് വീഡിയോ അപ്ലോഡ്സ് ഡിസേബിൾ ആയിരിക്കും. അതുപോലെ ലൈവ് സ്ട്രീം ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ കസ്റ്റം തമ്പനെയിലൊന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒന്നും ഇടാനായിട്ട് പറ്റത്തില്ല. പിന്നെ നമ്മൾ വീഡിയോസ് എന്തെങ്കിലും ആ ഒരു സമയത്ത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പോസ്റ്റ്പോണ്ട് ചെയ്യേണ്ടി വരും. പ്ലേലിറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ടോ ഒന്നും ആ സമയത്ത് പറ്റുന്നതായിരിക്കത്തില്ല. ഫസ്റ്റ് സ്ട്രൈക്ക് നമുക്കിങ്ങനെ 90 days ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നമുക്ക് വീണ്ടും നമ്മുടെ വയലേഷൻസോ എന്തെങ്കിലും കാരണം നമുക്ക് വീണ്ടും ഒരു സ്ട്രൈക്കും കൂടെ വരികയാണ്. അതായത് സെക്കൻഡ് സ്ട്രൈക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ടല്ലോ, അതായത് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സൊക്കെ, അതൊക്കെ ഒരു 2 ആഴ്ചത്തേക്ക് ഇതെല്ലാം ഡിസേബിൾ ആയി പോകുന്നതായിരിക്കും. ഈ പറയുന്ന 1 weekഉം 2 weekഉം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീച്ചേഴ്സൊക്കെ നമുക്ക് പിന്നീട് കിട്ടുന്നതായിരിക്കും. ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയ സമയത്ത് എൻ്റെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഡിസേബിൾ ആയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം ഈ ഷോർട്ട് വീഡിയോയുടെ അടിയിലായിട്ട് നമുക്ക് ഈ ലോങ് വീഡിയോസ് ഒന്നും ലിങ്ക് ചെയ്യാൻ പറ്റാതെ വരിക, എനിക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഗൂഗിളിൻ്റെ ഇതിൽ എനിക്ക് എന്താ പറയുക ID, നമ്മുടെ ലൈസൻസിൻ്റെ ID അപ്ലോഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരത് ഡിലീറ്റ് ചെയ്ത് കളയും. കാരണം നമുക്ക് എൻ്റെ ചാനൽ 2 സ്ട്രൈക്കാണല്ലോ വന്നത്. അപ്പോൾ എൻ്റെ ചാനൽ വയലേഷൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഒരു ഹിസ്റ്ററി എനിക്ക് ചാനലിലില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഈ ID ഒക്കെ എനിക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ എൻ്റെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 2 സ്ട്രൈക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലൈവ് സ്ട്രീമൊക്കെ ഇപ്പോൾ ഈ കോപ്പിറൈറ്റ്, അതായത് ഈ ലൈവ് സ്ട്രീമിൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് സ്ട്രീമൊക്കെ ഒരു 7 ദിവസത്തേക്കൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല.
പിന്നെ ആ ഒരു അതിനുള്ളിൽ തന്നെ, അതായത് 90 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് വീണ്ടും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ലൈവ് സ്ട്രീമിനൊക്കെ ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 14 ദിവസത്തേക്ക് നമുക്ക് ലൈവ് കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. എല്ലാ സ്ട്രൈക്കുകളും 3 സ്ട്രൈക്കായിട്ടാണ് വരുന്നത്. അതിപ്പോൾ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ആണെങ്കിലും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ആണെങ്കിലും. അപ്പോൾ 3 സ്ട്രൈക്ക് ഏത് സ്ട്രൈക്ക് ആണെങ്കിലും നമുക്ക് അടുപ്പിച്ച് കിട്ടുകയാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് ഒരെണ്ണം കിട്ടിയെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ അടുത്ത് ചിലപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതും ഒരു സ്ട്രൈക്കാണ്. അപ്പോൾ എനിക്ക് 2 സ്ട്രൈക്കായി. ഇനി വീണ്ടും ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക്, അതായത് ആ ഒരു എക്സ്പയർ ആവുന്നതിന് മുന്നേ ഒരു 90 ഡേയ്സിനുള്ളിൽ തന്നെ എനിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 3 സ്ട്രൈക്ക് അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ അത് ഏത് സ്ട്രൈക്കായാലും നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മൾ ഈ ഒരു സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരനല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായത്. പൊതുവെ ഏത് സ്ട്രൈക്ക് കിട്ടിയെന്ന് പറഞ്ഞാലും ഇപ്പോൾ യൂട്യൂബ് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ചാനൽ അങ്ങ് ടേക്ക് ഡൗൺ ചെയ്യും. അതായത് നമ്മുടെ വീഡിയോസൊക്കെ പിന്നീട് അങ്ങോട്ട് അതായത് ഒരു ചാനൽ ഒരു ഫ്രീസ് അവസ്ഥയിലേക്ക് പോകും. നമുക്ക് വലിയ വ്യൂസ് ഒന്നും കിട്ടത്തില്ല, നമ്മുടെ ചാനൽ റെക്കമെൻഡ് ചെയ്യത്തില്ല. ശരിക്കും 90 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആകും എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല. കഴിഞ്ഞാലും നമ്മൾ ശരിക്കും സീറോയിൽ നിന്ന് ഇങ്ങനെ തുടങ്ങണം നമ്മുടെ ചാനൽ ഇങ്ങനെ കയറ്റി കൊണ്ടുവരാനായിട്ട്. അതായത് സ്ട്രൈക്ക് കഴിഞ്ഞാലും നമ്മുടെ ചാനൽ ഫ്രീസായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അത് നമ്മൾ കുറേ എഫേർട്ടൊക്കെ എടുത്തിട്ട് വേണം ആ ഒരു ചാനൽ നമ്മൾ വീണ്ടും ഗ്രോ ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അവസ്ഥ മനസ്സിലാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ചാനൽ കൃഷി ലവേഴ്സ്, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് കാണുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ അത് ഇനിയും എനിക്ക് അപ്പീലൊക്കെ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മോണിറ്റൈസേഷനും കാര്യങ്ങളും അതൊക്കെ എനിക്കൊരു ഓഗസ്റ്റൊക്കെ ആവുന്ന സമയത്ത് അപ്പീൽ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഈ സ്ട്രൈക്കും മോണിറ്റൈസേഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, നമുക്ക് ആ ഒരു സമയത്ത് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വാർണിംഗ് സ്ട്രൈക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനലിനെ വലിയ രീതിയിൽ ബാധിക്കത്തില്ല. നമുക്ക് ആ ഒരു സ്ട്രൈക്ക് മാറ്റാനായിട്ടുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ വാർണിംഗ് സ്ട്രൈക്കൊക്കെ ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ചാനലിൽ വീഡിയോസിൽ എന്തെങ്കിലും വയലേഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉള്ള വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വയലേഷൻസ് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശേഷം നമുക്ക് ഫസ്റ്റ് സ്ട്രൈക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് നമ്മുടെ ഈ ഒരു മോണിറ്റൈസേഷൻ ഡിസേബിൾ ആവുകയോ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആവുകയോ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്കതെല്ലാം തിരിച്ച് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു 90 ഡേയ്സ് നമുക്ക് സെക്കൻഡ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മോണിറ്റൈസേഷൻ ഫുള്ളായിട്ട് പോകുന്നതായിരിക്കും. അതായത് നമ്മൾ പിന്നീട് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വീണ്ടും എൻ്റെ കൂട്ട് ഇപ്പം മോണിറ്റൈസേഷനൊക്കെ അപ്ലൈ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒരു വാർണിംഗ് സ്ട്രൈക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്കിൻ്റെയൊക്കെ കേസിൽ നമുക്ക് വാർണിംഗ് സ്ട്രൈക്കോ അങ്ങനെയൊന്നും കിട്ടത്തില്ല. ഡയറക്റ്റായിട്ട് നമ്മൾ അതങ്ങ് റിമൂവ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അപ്പം ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വാർണിംഗ് തന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇനി നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ അല്ലെങ്കിൽ ഇടുന്ന വീഡിയോസ് നന്നായിട്ട് കെയർഫുള്ളായിട്ട് നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. പിന്നെ നിങ്ങൾ ഓൾറെഡി ഉള്ള വീഡിയോയിൽ എന്തെങ്കിലും കോപ്പിറൈറ്റഡ് കണ്ടൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വയലേഷൻസ് ഉള്ള കണ്ടൻറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ ഈ മോണിറ്റൈസേഷൻ കാര്യങ്ങളൊക്കെ കുറച്ച് നാളത്തേക്ക് റെസ്ട്രിക്റ്റഡ് ആവും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരികെ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സ്ട്രൈക്ക് വന്നിട്ടല്ല എൻ്റെ മോണിറ്റൈസേഷൻ കട്ടായത്. എനിക്ക് റീയൂസ്ഡ് കണ്ടന്റിനുള്ള വീഡിയോസൊക്കെ കുറേ എൻ്റെ ചാനലിലുള്ളത് കൊണ്ടാണ് എനിക്ക് മോണിറ്റൈസേഷൻ കട്ടായിട്ടുണ്ടായിരുന്നത്. ഒരു സ്ട്രൈക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാർണിംഗ് സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ആണെങ്കിലും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കൊക്കെ ആണെങ്കിലും അതൊക്കെ ഫുള്ള് എക്സ്പയർ ആയിട്ട് നമ്മൾ ഈ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഈ ഒരു സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ ചാനലിനെ അഫക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീസ് ആയി പോകും എന്നുള്ളതാണ്. സ്ട്രൈക്ക് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമ്മുടെ ചാനൽ റിമൂവ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ടി പ്രൈവസി കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ കോർട്ട് ഓർഡർ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ പോലും യൂട്യൂബ് തരത്തില്ല. അവർക്ക് ഡയറക്റ്റായിട്ട് തന്നെ നമ്മുടെ ചാനൽ റിമൂവ് ആക്കാൻ പറ്റുന്നതായിരിക്കും. അതിൻ്റെ പോളിസിയും കാര്യങ്ങളും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഇതൊക്കെ നമ്മൾ എവിടെ നിന്ന് മനസ്സിലാക്കും, വായിക്കും എന്നൊക്കെയുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അതിന് നമുക്ക് യൂട്യൂബ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് മുകളിലായിട്ട് ഒരു മെസ്സേജിൻ്റെ ഒരു ചിഹ്നവും പിന്നെ അതുപോലെ അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ചിഹ്നവും കാണും. ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിനെ കുറിച്ചിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. മോണിറ്റൈസേഷൻ പോളിസീസ് അല്ലെങ്കിൽ ആഡ്സെൻസ് പോളിസീസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ എനിക്ക് എൻ്റെ ചാനലിൽ സ്ട്രൈക്ക് കിട്ടിയിട്ടുള്ളതും അല്ലെങ്കിൽ അത് എൻ്റെ ചാനലിനെ അഫക്റ്റ് ചെയ്തതും അത് എക്സ്പയർ ആയോ, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെയുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. താങ്ക്